പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹമേറിയ നല്ല ഈ വിശുദ്ധ ദിവസത്തിൻ്റെ വിശുദ്ധ പകൽവേളയ്ക്കായി സ്തോത്രം. ഈ പട്ടണത്തിൽ കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ സേവിച്ച് വിശുദ്ധിയോടും വേർപാടോടും മാതൃകയോടും ഉപദേശപരമായിട്ടൊക്കെ നിലകൊള്ളുന്ന ദൈവജനത്തെയും ദൈവദാസനെയും സഭയോട് ചേർന്ന് ഏഴകൾക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാൻ ദൈവാത്മാവ് തന്ന സാവകാശത്തിനായി സ്തോത്രം. ഞാൻ ഇവിടെ ഈ പ്രാർത്ഥന കാര്യം പ്രിയ ക്ഷണിച്ചപ്പോ ആദ്യം ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആശങ്ക മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ഏതൊക്കെ നിലവാരത്തിൽ ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പ്രാർത്ഥനയോടെ ദിവസം ഏൽപ്പിച്ചു കൊടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ മകളുടെ പഠനത്തോട് ബന്ധപ്പെട്ട ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ കൃപയാൽ ഇവിടെ എത്തി. ഞങ്ങളിവിടെ വന്ന ശേഷം ഈ ഒരു ദൈവദാസൻ കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, ഒരു അഭിഷക്തൻ കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ ഒരു സാവകാശം ഒരുക്കി. നാടും വീടും കൂടും വിട്ട് അന്യദേശത്ത് വന്ന് സ്വന്തമായൊരു കൂടാരം ദൈവം തന്നു. അത് പാർത്തു ഒരു വിശ്വാസി എന്ന വണ്ണം ദീർഘവർഷങ്ങൾ കർത്താവിനെ ആരാധിച്ച ഒരു മനുഷ്യൻ ഒരു കൂട്ടം ആത്മാക്കളെ, ആടുകളെ നിയന്ത്രിക്കാനും നയിക്കാനും അവർ കജപാലനം ചെയ്യുവാനും പരിശുദ്ധാത്മാവ് തൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമാക്കി ഉപയോഗിക്കുന്ന കാഴ്ച നേരിൽ കണ്ട് മാനസിക തലങ്ങളിൽ ഉന്മേഷവും സന്തോഷവും ഉളവാകത്തക്ക നിലയിൽ ഒരു പ്രത്യേക അനുഭവം ഞങ്ങൾക്കുമുണ്ടായി. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിപ്പോൾ നമുക്ക് ഇവിടെ കാണും ഒരു സ്ഥലം വാങ്ങിച്ചു വല്ല ഇവിടെയാണ് താമസിക്കണം. അപ്പം എന്താ അറിയാമോ, ഇത് പ്രസംഗിക്കാനൊന്നും അല്ല, അവിടെ ഇഷ്ടം പോലെ അവൾ കേരളത്തിലുണ്ട്. എനിക്ക് കിട്ടാതെ കുഴപ്പമുള്ളൂ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്നിരുന്ന് ഈ ദേവദാസൻ ഇന്നലെ പറഞ്ഞതും രാവിലെ പറഞ്ഞ യിരെമ്യാവിന്റെ ഒരു ദൂതുണ്ടോ, അതിന്റെ മറുപടി അടുത്ത ഭാഗം ഞാൻ അത് വായിച്ചു. വൈകുന്നേരം എൻ്റെ ഭാര്യ വീട്ടിൽ വന്ന് പറഞ്ഞു, നമുക്ക് ദൈവം മുൻപാകെ പറഞ്ഞില്ലെന്നും പ്രവർത്തിച്ചില്ലെന്നും ചെയ്തില്ലെന്നും പറയാൻ പറ്റത്തില്ലെന്നുള്ളൊക്കെയാണ് ദൂതുകൾ, ആലോചനകളൊക്കെ കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വലിയ ആത്മഭാരവും ഭയവും ദൈവഭയമൊക്കെ അറിയാതെ ഉളവാകും. സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ തിരുമേശ മുൻപിലുണ്ട്. ഇത് സത്യത്തിൽ എലിവിഷമാ. എലി വിഷം തിന്നപ്പെട്ട ചാവൂ ഇല്ല, എലി വിഷം തിന്നപ്പെട്ട ജാകത്തില്ല, കുറച്ച് കഴിഞ്ഞ് ജാകത്തുള്ളൂ. ഇതെടുത്ത് മരിച്ചുപോയവരുണ്ട്, ജീവൻ പ്രാപിച്ചവരുണ്ട്. സ്തോത്രം. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അയ്യോ, ശക്തിയോടെ പറഞ്ഞേ. നിന്നെല്ലാം ഞാൻ പറയിപ്പിച്ചിട്ട് പോകത്തുള്ളൂ. ഇവിടുത്തെ 2 മണിക്ക് ആരാധന ചെയ്ത ചോറുള്ളതുകൊണ്ട് നമ്മൾ ഇതെനിക്ക് സമയമില്ല, എനിക്കാണ് ഇപ്പൊ എനിക്ക് തന്നില്ല നിങ്ങളെ സമയം. അതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ തീർക്കണം ഇന്ന്. അവിടെ ഞാൻ സമയം എടുക്കും. നിങ്ങളിനി പണങ്ങാതെ കൊള്ളാം, അണങ്ങാതെ കൊള്ളാം. ഇനി എന്നെ വിളിച്ചില്ലേ ഒരു കുഴപ്പമില്ല, ഞാൻ വലിയ കയറി വരും. ഞാൻ ഒരാമേ പറഞ്ഞേ. അയ്യോ സ്തോത്രം. ഇന്നലെ എന്റെ വാക്ക് വരത്തില്ലെന്നായിരുന്നു. ഇന്നലെ വാക്ക് തിരുത്തി കേട്ടോ. ഞാൻ വലിഞ്ഞു കയറി വരും. സ്തോത്രം. വിളിച്ചില്ലേ ഞാൻ വരും. സ്തോത്രം. നിങ്ങളുടെ ആറും വീടുകളിൽ ഞാൻ വരത്തില്ല. ഒരാമേൻ പറഞ്ഞ് ഈ മനുഷ്യനെ വീട്ടിൽ വരും. അമ്മൻ പറ. പേടിക്കണ്ടല്ലോ. പാസ് അറിയാതെ കൃപാവരം അത് വേണ്ട. സ്തോത്രം പറഞ്ഞ് പാസ് അറിയാത്തൊരു പ്രവചനം, പാസ് അറിയാത്തൊരു പ്രവാചകന്റെ വരവ്, ആ വരവും പോക്കും ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ദൈവവചനവും ദൈവസഭയെ അറിഞ്ഞുള്ള ഒരു കൂട്ടായ്മ. ഒരാമേൻ പറഞ്ഞാട്ട് ശക്തിയോടെ പറഞ്ഞേ. സ്തോത്രം.
സന്തോഷമുള്ളവരാ, സന്തോഷം. ഇന്ന് ആരാധനയ്ക്ക് സന്തോഷത്തോടെ വന്നവരാമേ പറ. സ്തോത്രം. സന്തോഷത്തോടെ വന്നവരൊക്കെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ സന്തോഷത്തോടെ വന്നവരാ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിലനിൽക്കുന്നതൊക്കെ ഒത്തിരി പ്രതിസന്ധിക്കകത്ത. ഈ ശുശ്രൂഷയായിട്ടൊക്കെ നിൽക്കാത്ത കഴിയുമോ എന്നുള്ള വെല്ലുവിളി ലോകം മൊത്തം സത്യം പറഞ്ഞ എല്ലാം എതിരാ. ആ എതിരിന്റെ നടുവിൽ എതിർത്തവനെ അകത്തു കൊണ്ടുവന്ന കർത്താവിന്റെ പ്രവൃത്തിയാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നേ. സ്തോത്രം. എതിർത്ത ചിലത് മുട്ടുകുത്തുന്നത് സഭ കാണാൻ പോലെ. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഈ സഭയെ മുൻപോട്ട് വളർത്തുകയില്ലെന്നോ വെല്ലുവിളിച്ച വെല്ലുവിളിയെ കർത്താവ് തമസ്കരിച്ചിട്ട് അയച്ചവന്റെ പ്രവൃത്തി സഭയുടെ ദേശത്ത് വെളിപ്പെടുന്നത് ദേശവും ദേശവാസികളും കാണുവാൻ പോകുകയാ. സ്തോത്രം. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ഇടക്ക് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിന് 5-ാമത് വാക്യം. വേഗം വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 5-ാമത് വാക്യം. ഇങ്ങനെ ഒന്ന് വീറോടെ വായിക്കും കുഞ്ഞെ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. നമ്മുടെ സബ്ജക്ട് സഭ എന്നാൽ എന്താ? എന്താ സഭ എന്നാൽ എന്ത്? ഒരു ഉത്തരം പറഞ്ഞേ. എന്താ ഷൈൻ മോനെ സഭ എന്നാലെന്ന് പറഞ്ഞേ? അതൊന്നും അല്ലെന്നേ. എന്താ ഞാൻ പറഞ്ഞേ? കൂട്ടായ്മ ഇതും പറഞ്ഞോടാ. അതൊന്നും പറയണ പോയി. പക്ഷേ പറഞ്ഞോടാ ഭാഷ പോലെ പറ. നിനക്ക് അടിയായി ഞാൻ ഇന്ന് അടി സഭ എന്നായിരുന്നു പറയാ. വിളിച്ച് നിന്നെയൊക്കെ വിളിക്കാൻ ഞാൻ സ്വത്രം ദൈവം വിളിച്ച് ഭാഷ പോലെ ഇരിക്കുക. സഭ അറിയത്തില്ല. സഹോദരിമാര് പറഞ്ഞേ. മിക്കവാറും നേരെ ഉച്ച കഴിയും. ഞാൻ പറയാം. സഭ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണെന്ത്? സഭ. ഈ സഭയെ പലതിനോട് ഉപമിച്ചിട്ടുണ്ടല്ലേ. മണവാട്ടി, തോട്ടം, ആട്ടിൻകൂട്ടം, കുടുംബം, കെട്ടിടം എന്ന് വിവിധ നിലകളിൽ സഭയെ ഉപമിച്ചിട്ടുണ്ട്. സ്തോത്രം. അതൊരു ഉപമയാണ് കെട്ടിടം എന്ന് പറയുന്ന ഉപമ അല്ലേ? എന്താണ് എല്ലാരും പറഞ്ഞേ? അയ്യോ സഹോദരന്മാരെന്ന് പറഞ്ഞേ. എടാ ഇന്നോടെ ഉള്ളു ഞാൻ പറടാ. ശരി പറഞ്ഞടാ. അയ്യോ നമ്മുടെ സഭയുടെ മൂലക്കല്ലാരാ? ക്രിസ്തുവ. ഈ മൂലക്കല്ലാകുന്ന ജീവനുള്ള കല്ലുകളോട് ചേർത്ത് പണിയപ്പെട്ട കല്ലാണ് ആര്? ഞാനും നിങ്ങളും. ഞാൻ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെട്ട ജീവനുള്ള കല്ലാണെന്ന് ഉറപ്പടയാമേ പറ. സ്തോത്രം. അയ്യോ ചെറിയിരിപ്പ് കണ്ട ഒരു ജീവനുമില്ല. അയ്യോ സ്തോത്രം. നീ എന്തിനാണോ വന്നതെന്ന് എനിക്കും അറിയത്തില്ല, കർത്താവിനും അറിയത്തില്ല. അപ്പം ഈ കല്ലുകൾ ഈ ജീവനുള്ള കല്ലുകളാകണമെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെ ആ കല്ല് കടന്നു പോകണം അല്ലേ? 3 ഘട്ടങ്ങളിലൂടെ. എത്ര കൂടെ എല്ലാരും പറഞ്ഞേ? 3 ഘട്ടങ്ങളിലൂടെ കല്ല് കടന്നു പോയെങ്കിലേ എന്തായി മാറത്തുള്ളൂ. അയ്യോ പിന്നെ ആള് വേറെ എവിടെ പറഞ്ഞേ? പറഞ്ഞേ ജീവനുള്ള കല്ലായി നീ എവിടെ ഇരിക്കും? ഇങ്ങോട്ട് നോക്ക്. പണ്ടൊരു വാസം പറഞ്ഞ പോലെ ഓതി ഇവിടെ കിറിഞ്ഞിന്ന് പറഞ്ഞ പോലെ. സ്തോത്രം. ഈ ഞാൻ ഇനി സമയമില്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി പറയുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടോ. ഈ സഭ ആദ്യം അകത്തുള്ളതിനപ്പലങ്ങ് ചെത്തി വെടിപ്പാക്കും. ആമേ പറഞ്ഞേ? ഈ 2024 എന്ന വർഷം തീരുന്നതിന് മുൻപ് ഇതിനകത്ത് ചിലരൊക്കെ ഉപദേശിമാരായിട്ട് പുറത്തു വരും. ആമേ പറ. ഷെയർ കൈപോക്കി അന്നേരം കറക്റ്റ് അവനായി തീർന്ന്. ഇതിനകത്തുള്ള ചില ചായന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുക. നിനക്ക് ഇതിനവിടെ വന്നിരിക്കും. സ്വത്രം പറഞ്ഞാട്ട് നിങ്ങളുടെ സന്തോഷത്താൽ ഇവിടെ കുത്തിയിരിക്കും മൗനമായിട്ട്. ഇതേ നിലവാരം 2040 ആകും. ആമേ പറ.
ആമേ പറ. 20-40 ആമേ പറ. ഹല്ലേലൂയ. യെസ്. എന്താ പാസ്റ്റർ ഇറങ്ങിക്കണോ? സഭയിൽ ജീവനുള്ള കല്ലുകളാണ് നിങ്ങൾ ഞാൻ. ഈ ജീവനുള്ള കല്ലുകളാകണമെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെ കല്ലുകൾ കടക്കണം. ഒന്ന് എടുത്തേ. 1 രാജാക്കന്മാർ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാമത് വാക്യം. വെട്ടുക്കുഴി അല്ല, വെട്ടുകുഴി. ആരാ വായിച്ച വെട്ടുക്കുഴി എന്നൊക്കെ? കുക്കായില്ല, കൂവേ ഉള്ളൂ. ഒരു കൂവേ ഉള്ളൂ, 2 കായില്ല. പറഞ്ഞേ. അവളത് വായിച്ച വെട്ടുക്കുഴി. വെട്ടുകുഴി എന്തോ? വെട്ടുകുഴിയല്ല, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ എന്തോ ചെയ്തു? കുറവ് തീർത്തു. ശലോമോൻ ആലയം പണിതപ്പോ ആ ചിത്രം അവിടെ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ. എല്ലാരും പറഞ്ഞത് എവിടെ വെച്ചാ? എല്ലാരും പറഞ്ഞത് എവിടെ വെച്ചാ? അയ്യോ, വെട്ട് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. എങ്കിൽ കഴിയുമ്പോ എന്നെ വെറുക്കും, അത് സത്യം. എനിക്കുള്ള എല്ലാം ഇഷ്ടപ്പെട്ടു. മൊത്തം പറഞ്ഞാട്ടോ. ഞാൻ ഇനി വലിഞ്ഞു കയറി വരും. ഞാൻ സ്വത്രം വിളിച്ചില്ലേലും വരും. സ്വത്രം ഇതുവരെ എങ്ങും പോയിട്ടില്ല. അത് വേറെ സത്യമായിട്ട് സ്വത്രം. വിളിക്കാതെങ്ങും പോയിട്ടില്ല. കൃപയാൽ സ്വത്രം. എനിക്കൊരു പാസ്പോർട്ട് ഇല്ല. ഞാൻ എനിക്ക് പോകുന്ന ഇഷ്ടമല്ല. ഇതുവരെ ഒത്തിരി പേരെ ഗൾഫിൽ പറഞ്ഞു വിട്ടു. അമേരിക്കൻ, അയർലൻഡിൽ, UK ഇവരാരും എന്നെ വിളിക്കാൻ വന്നിട്ട് ഞാൻ പോയിട്ടുമില്ല. ഒരു സൈക്കിൾ പോലും എനിക്കില്ല. സ്വത്രം. ഒരു വാടക വീട്ടിൽ താമസിക്കുക, റേഷൻ കാർഡ് പോലും ഇല്ല. പിന്നെ എന്താ വേണം? പക്ഷെ ഞങ്ങളുടെ ദൈവം നടത്തുന്നത് രാജകീയമായിട്ടാണ്. സ്തോത്രം. എന്റെ ഭവനത്തിന്റെ നന്മയുടെ എല്ലാ അടിസ്ഥാനം ഞാനൊന്നുമില്ല, എന്റെ ഭാര്യ. അങ്ങനെ പറഞ്ഞല്ലോ. അവിടെ നിലവിളിയും പ്രാർത്ഥനയും സമർപ്പണവും കണ്ണുനീര. എന്നെയൊക്കെ സഹിക്കുന്നത് അവിടെ പ്രത്യേക കിരീടം സ്വർഗത്തിൽ കിട്ടും. അയ്യോ, എന്നെ സഹിക്കുന്നില്ല. ഭാര്യയ്ക്ക് പ്രത്യേക കിരീടം അവിടെ ഉണ്ട്. ഞാനെപ്പോഴും ഓർക്കും, അവർക്ക് കിരീടം പ്രത്യേക സ്വർഗത്തിൽ കാണും എന്നെ സഹിക്കുന്നതിന്. സ്തോത്രം. ഓക്കെ. അപ്പൊ 1 വെട്ടുകുഴിയിൽ വെച്ച് എന്തോ ചെയ്തു? കുറവ് തീർത്ത കല്ല്. സ്തോത്രം. അതായത് മാനസാന്തരപ്പെട്ട കല്ല്. ഒരാമേ പറഞ്ഞേ. സഭയുടെ 1-ാമത്തെ വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ല്. അർത്ഥാൽ അത് മാനസാന്തരപ്പെട്ട കല്ല്. ഒരാമേ പറ. ആ വാക്യം ഒന്ന് വായിച്ച് മടവാന്ന് വായിച്ച്. വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് അവശബ്ദങ്ങളൊന്നും കേട്ടില്ല. ആമേ പറഞ്ഞേ. ഇല്ലെങ്കിൽ എവിടെയാടാ 10 രൂപ? എവിടെയാടാ കമ്മിറ്റി? എവിടെയാടാ അടുത്ത പ്രാർത്ഥന? വെട്ടുകുഴി എന്തോ ചെയ്തു? കുറവ് തീർത്ത കല്ല്. അതായത് മാനസാന്തരപ്പെട്ട കല്ല്. സ്വതം പറഞ്ഞാട്ട്. സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഞങ്ങളുടെ സഭയിലെ ജീവനുള്ള കല്ലുകളെല്ലാം മാനസാന്തരപ്പെട്ട കല്ലുകളാണെന്ന് ഉറപ്പുള്ളവരാമേ പറഞ്ഞാട്ട്. അയ്യോ, ജിത്തുരാമേ പറഞ്ഞോടാ. പക്ഷെ എനിക്ക് വയ്യ. സ്വത്രം. ജിത്തുരാമേ ഇവിടെ കേട്ടില്ല കേട്ടോ. മാനസാന്തരപ്പെട്ട കല്ല്. വെട്ട് കുഴിയിൽ വെച്ചു തന്നെ എന്തോ ചെയ്തു? കുറവ് തീർത്ത കല്ല്, മാനസാന്തരപ്പെട്ട കല്ല്. ഇനി 2-ാമത്തെ ഘട്ടം വായിച്ച്. 2 ശമൂവേൽ 17:40 വാക്യം. 2 ശമൂവേൽ 17:40. ദാവീദ് എടുത്തോ. 17:40 1 ശമൂവേൽ. പിന്നെ അവൻ തന്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല്. എവിടുന്ന? എല്ലാരും പറ. ഉറക്കം പറഞ്ഞേ. അത് കുളിച്ച കല്ല്, സ്നാനമേറ്റ കല്ല്. ആമേ പറഞ്ഞാട്ട്. ആമേ പറഞ്ഞേ. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തപ്പോൾ തന്നെ പിന്നെ വരുന്നത് മിനുസമുള്ള കല്ല്. ആമേ പറ. സ്നാനമേറ്റപ്പോൾ എല്ലാ മൊട്ടുമഴയും പൂർണ്ണമായിട്ടങ്ങ് മാറി. സ്തോത്രം.
സ്തോത്രം. ഈ സഭയ്ക്കകത്ത് ഒരു വലിപ്പ ചെറുപ്പമില്ല. ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞേ. എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരുപോലെ ചേർത്ത് പിടിച്ച അഭിഷക്തൻ നിൽക്കാമെങ്കിൽ കുഴിച്ച കല്ലായി, സ്നാനമേറ്റ കല്ലായി ഈ സഭ വളരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, മാനസാന്തരപ്പെട്ട കല്ല്. രണ്ട്, കുളിച്ച കല്ല്. ഏത് കല്ല? കുളിച്ച കല്ല്, സ്നാനമേറ്റ കല്ല്. സ്തോത്രം. മിനുസമുള്ള കല്ല്. അതിൽ ഒറ്റ കല്ല് എടുത്തുള്ളൂ. ദേശത്തെ അടക്കി വാണ ഗോലിയാത്തും അവന്റെ പദ്ധതികളും അവളെ തകർന്നു. സ്തോത്രം, സ്തോത്രം. യഥാർത്ഥ സ്നാനമേറ്റ ഓരണ സഭയ്ക്കകത്ത് മതിയെന്നേ അവർ സ്തോത്രം പറഞ്ഞ് ഗോലിയാത്ത് വീഴാൻ പോവുകയാ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട സ്നാനമേറ്റ ഒരു കല്ല് സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ ഒറ്റ കല്ല് മതി ഗോലിയാത്ത് നിലം പരിചാകാൻ. രണ്ടാമത്തെ കല്ല് ഏതാ? കുളിച്ച കല്ല്, സ്നാനമേറ്റ കല്ല്. ഇനി മൂന്നാമത്തെ അനുഭവം പറയാം. ഉൽപ്പത്തി 28:18 വേഗം വായിക്ക്. ഉൽപ്പത്തി 28:18 വേഗം വായിക്ക്. ഉറക്ക വായിച്ച കുഞ്ഞെ. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റു, തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി, അതിന്മേൽ ഓയിൽ ഒഴിച്ചു, എണ്ണ ഒഴിച്ചു, അഭിഷേകം പ്രാപിച്ച കല്ല്. ഒരാമേ പറഞ്ഞാട്ട്, ഒരാമേ പറഞ്ഞേ. ഒന്ന്, മാനസാന്തരപ്പെട്ടത്. രണ്ട്, സ്നാനമേറ്റത്. മൂന്നറിയോ? അത് അഭിഷേകം പ്രാപിച്ച കല്ലായി മാറുകയാ. സ്തോത്രം. ഈ ത്രിവിധ ഘട്ടങ്ങളിലൂടെ, ഘടകങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ സഭ ജീവനുള്ള സഭയാണെന്ന് ഉറപ്പുള്ളവരാമേ പറഞ്ഞാട്ട്. ഇവിടെ നിയന്ത്രിക്കാൻ മാനുഷിക നിയന്ത്രണങ്ങൾക്ക് അപ്പുറമായി പരിശുദ്ധാത്മാവിനെ അനോയിന്റിംഗ് വ്യാപരിക്കാൻ പോകുകയാ. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ അഭിഷേകം പ്രാപിച്ച അന്യഭാഷ അടയാളത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടമായി ഇതിന് മാറുവാൻ പോകുകയാ. ഈ സഭ പത്രോസിന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചേ? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഒറ്റ ചിന്ത പറഞ്ഞിട്ട് വേഗം സുശീലേക്ക് മടങ്ങി വരാം. ഈ പത്രോസിനെ പിടിച്ചവിടത്തേക്ക് ജയിലിനകത്ത് യാക്കോബിനെ വാള് കൊണ്ട് കൊന്നു. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തിന്റെ കാൽമുട്ട് പോലെ പ്രാർത്ഥിച്ച് തഴമ്പുള്ള ആ ഭക്തനെ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്തപ്പോൾ ചിലർക്കത് ഇഷ്ടമായി. സ്തോത്രം, സ്തോത്രം. ചിലർക്ക് ഇഷ്ടമായപ്പോൾ അത് പത്രോസിനെ പിടിച്ചു തടവിനകത്തിട്ടു. ആമേൻ, ആമേൻ. പക്ഷെ ഹേരോദ് അവൻ നിനക്ക് തെറ്റി. യാക്കോബിന്റെ വാഗ്ദത്തം തീർന്നു, പത്രോസിന്റെ വാഗ്ദത്തം തീർന്നില്ല. Praise the Lord, praise the Lord. യാക്കോബിന്റെ വാഗ്ദത്തം തീർന്നെന്ന് അവൻ വേദന വെച്ച അക്കരെ നാട്ടി പോയി. പത്രോസിന്റെ വാഗ്ദത്തം തീർന്നിട്ടില്ല. വാഗ്ദത്തം തീരാനുള്ളവരെയാ പിടിച്ച് തടവറയ്ക്കകത്തിട്ടേക്കുന്നത്. പക്ഷെ അകത്ത് കിടക്കുന്നവൻ കൂർക്കം വലിച്ചുറങ്ങുകയാ. അവനറിയാം ഹേരോദാവിന്റെ വാളിനോ അവന്റെ നിയമങ്ങൾക്കോ എന്റെ തല അറുക്കാൻ കഴിയത്തില്ല. കാരണം എന്റെ മേൽ ഒരു വാഗ്ദത്തം നിവർത്തീകരിക്കാനുണ്ട്. വാഗ്ദത്തം നിവർത്തിയാകാതെ എന്നെ ഒരു ഹേരോദാവിനോ അവന്റെ കർക്കകൾക്കോ തൊടാൻ കഴിയത്തില്ലെന്ന്. ഈ ഹെരോദാവിന്റെ മൂർച്ചയുള്ള ഖഡ്ഗം രാഗി മിനുക്കുമ്പോൾ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കണ്ണാടി കൊണ്ടുവരാം, ദർപ്പണം കൊണ്ടുവാ. എന്തിനാ? എനിക്ക് എന്റെ മുഖം ഒന്ന് കാണണം. എന്തിന്? ഞാൻ തല നരച്ചവനായോ എന്നറിയാൻ. സ്തോത്രം.
സ്തോത്രം. ദർപ്പണം കണ്ണാടി ദർപ്പണം കൊണ്ടുവന്ന് അതിങ്ങനെ നോക്കുമ്പോൾ പതോൾ ചിരിച്ചെന്ന ചരിത്രം പറയുന്നേ. കാരണം അവന്റെ മുടി നരച്ചിട്ടില്ല, അവൻ വയോധികനായിട്ടില്ല, വൃദ്ധനായിട്ടില്ല. എന്തേ? ഉൾവാക്തത്വം കൊണ്ട് നിവൃദ്ധനായ ശേഷമേ മരിക്കുകയുള്ളൂ എന്ന. ഹല്ലേലൂയ! വൃദ്ധനായ ശേഷമേ മരിക്കുകയുള്ളൂ എന്നുള്ള വാക്തത്വത്തിന് ശക്തിയേറിയ ആ വചനം അകത്തുള്ളവന് ഭയമില്ല. അവൻ കൂർക്കം വലിച്ചുറങ്ങുകയാ. രണ്ട്, അവന് വേണ്ടി ഒരു സഭ പ്രാർത്ഥിക്കുകയാ. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? എല്ലാ കണ്ണുകളും അടച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സഭയായി തീരും. എത്ര പേർ ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സഭയായി തീരും. ഓ ഗ്ലോറി! ഹല്ലേലൂയ! ഹല്ലേലൂയ! ഓ കേട്ടോ, സൽപ്രവർത്തികളാൽ സഭ അനുഗ്രഹിക്കപ്പെടും. ആമേൻ പറഞ്ഞാട്ട്, ആമേൻ പറഞ്ഞേ. എന്റെ അഭിഷക്തനെ ആത്മാവിടോ ദേവദാസനെ, ഈ സഭ തകർന്നവർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടും. ആമേൻ പറ. അന്യഭാഷ മാത്രമല്ല, രക്തജയം മാത്രമല്ല, ഗ്ലോറി മാത്രമല്ല, സഹായിക്കുന്ന സൽപ്രവർത്തികളാൽ സഭ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവാത്മാവിടപെടുക. ചിലരെ അവരുടെ വീടുകളിൽ ചെന്ന് കണ്ടെത്തി അവർ കൊടുക്കേണ്ട പ്രാഥമിക പരിഗണന കൊടുത്ത് രക്ഷയുടെ സന്ദേശം പറഞ്ഞ് സഭയോട് ചേർക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നമ്മുടെ ക്ലോത് പ്രസ്ഥാനമാണ്, സാൽവേഷൻ ആർമി എന്ന പ്രസ്ഥാനമാണ്. അതിന്റെ ആദ്യ ആരംഭം എന്തറിയോ? സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നാ. സ്തോത്രം. തകർന്നവരുടെ ജനത്തിന് വേണ്ടി ആദ്യം സോപ്പ് കൊടുത്ത് വൃത്തിയാക്കി, പിന്നെ ആഹാരം കൊടുത്തു, എന്നിട്ട് രക്ഷയുടെ സന്ദേശം കൈമാറി എന്ന് പറഞ്ഞ പോലെ ചില തകർന്നവരെ അവർ വീടുകളിൽ ചെന്ന് കണ്ട് ചില നേടിയെടുക്കുന്ന ഒരു ദൈവിക സൽപ്രവൃത്തി സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവാ. ഒരാമേ പറയാമോ? ഒരാമേ പറയാമോ? എന്റെ അച്ചായന്മാരെ, അഹങ്കരിക്കല്ലേ. പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ആരോഗ്യം ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ നീ ഒരു നന്മയായി മാറാൻ പോകുകയാ. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ചോദിക്കുന്നു, എന്റെ ആയുസ് ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരാമേ പറയാമോ? ഒരാമേ പറയാമോ? എന്റെ ശിഷ്ടായുസ് എന്റെ കർത്താവിന് വേണ്ടിയോ മാത്രം. ഓ ഹല്ലേലൂയ! കർത്താവിന്റെ തിരുമേശയോട് അടുത്തു വരാൻ പോകുകയാ. എനിക്കറിയാം, ഇതിലേറിയ പങ്കും വിശ്വാസികൾ മാത്രമാണ്, ദൈവമക്കൾ മാത്രമാണ് അകത്തിരിക്കുന്നത്. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഉള്ളവനാണെന്ന് സമർപ്പണമുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞേ. എന്റെ ജീവിതം യേശുവിന്, എന്റെ നടപ്പ് യേശുവിന്, എന്റെ സമ്പത്ത് യേശുവിന്, എന്റെ ആരോഗ്യം യേശുവിന്, എന്റെ സൗന്ദര്യം യേശുവിന്, എന്റെ സർവ്വ നന്മകളും യേശുവിന്, എന്റെ തലമുറ യേശുവിന്. കാരണം ഇതെല്ലാം എന്റെ യേശു എനിക്ക് ദാനമായി തന്നതാണ്.